അതെ, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ റിസപ്ഷൻ ലുക്കെന്ന്. ഇന്ന് നമുക്കൊരു കല്യാണ ലുക്കാണ്. ഇന്നാണ് രേവ ചേച്ചിയുടെ കല്യാണം. രേവ ചേച്ചിയുടെയും രാഹുലേട്ടൻ്റെയും കല്യാണം. ഈ കോസ്റ്റ്യൂം എനിക്ക് AR ഹാൻഡ്ലൂമിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് കളേഴ്സാണ് എനിക്ക്. എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് എൻ്റെ കൊതി അങ്ങോട്ട് മാറി തരുന്നില്ല. പിന്നെ കുറച്ച് അധികം നേരം ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് പറഞ്ഞു, മുഹൂർത്തം 10:30-ക്കാണ്, നീ 10:30-ക്ക് മുന്നെങ്കിലും കല്യാണത്തിന് കൂടിയിരിക്കണമെന്ന്. പിന്നെ ആകെ പേടിക്കുന്ന ഒരാളേ ഉള്ളൂ, സൂര്യനെ. വിയർത്തൊരിക്കലേ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കല്യാണത്തിന് ഇറങ്ങി. ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ചേച്ചി മണ്ഡപത്തിൽ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി കല്യാണം കഴിച്ച് ടപ്പേന്ന് അങ്ങ് ഇറങ്ങാം. ചേട്ടൻ എന്തായാലും അവിടെ ഒത്തിരി നേരിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടേ. അങ്ങനെ സീതാ കല്യാണമൊക്കെ പാടി ചെയ്താണ്ട് മണ്ഡപത്തിലോട്ട് കയറുകയാണ്. ചേച്ചിയുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്, പക്ഷെ കണ്ട ഒരു ലവ് മാരേജ് എന്ന് പറയും. ചേച്ചി ചുരുക്ക സമയങ്ങൾ മാത്രമേ സാരി എടുക്കാറുള്ളൂ, പക്ഷെ ഈ വെട്ടത്തെ സാരി എടുത്തത് വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. ചേച്ചി ഈ ഡ്രസ്സിൽ കാണാൻ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ താണ്ടി കൃത്യം 10:31 ആയപ്പോൾ തന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് രേവ ചേച്ചി ഒരു കുടുംബിനി ആയിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊന്ന് കല്യാണം കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാ. ചേച്ചിയുടെ മുഖത്ത് ബ്ലഷ് ഉണ്ട്. പുള്ളിക്കാരി നല്ല സന്തോഷത്തിലാണ്. ആ ഹാപ്പി അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത്രയും തിരക്കിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചേച്ചി ഓടിക്കയറി വന്ന് എനിക്ക് ഹായ് ഒക്കെ തരുന്ന കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. പുള്ളിക്കാരി എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഇനി അടുത്ത് ഇവരുടെ കല്യാണമാണ് കേട്ടോ. അടുത്ത സെക്ഷൻ എന്താണെന്നറിയാലോ, സദ്യ കഴിഞ്ഞിട്ടുള്ള ഇനി ബാക്കി എന്ത് കാര്യം. അങ്ങനെ സദ്യയും കഴിച്ചു, 2 കൂട്ടം പായസവും കഴിച്ചു. പിന്നെ ഇവർക്ക് കിട്ടുന്ന ബോളി ഉണ്ടായിരുന്നു, അങ്ങനെ ബോളിയും കഴിച്ചു. അപ്പോഴത്തേക്കും ചേച്ചി സെക്കൻഡ് സാരിയൊക്കെ ഉടുത്ത് സെറ്റായിട്ട് വന്നു. പിന്നെ അവർ പോകാനുള്ള പുറപ്പാടിലായിരുന്നു. പുള്ളിക്കാരി കൊണ്ടുപോകുന്ന അങ്ങ് തിരുവനന്തപുരത്താണ് കേട്ടോ. കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഇനി വൈകുന്നേരം നല്ല വാതിനും പോകേണ്ടതുണ്ട്. പുള്ളിക്കാരി ഞാൻ കുറേ അധികം മിസ് ചെയ്യും. എന്തായാലും ചേച്ചി നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോഴത്തേനും പാറുവും പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ പുറകെ പറയാം. സീ സൂൺ.